ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മോളിക്കുലാർ വെലോസിറ്റി. നമ്മുടെ എത്രയോ പാട്ട് കഴിഞ്ഞു, ഫോർത്ത് പാട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഇത് ഫോർത്ത് പാർട്ട് വീഡിയോ ആണ്. സോ ഇത് നമ്മൾ എന്താ മോളിക്കുലർ വെലോസിറ്റി, എന്താണ് മറ്റേ ഏതാ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ആ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഇത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വാച്ച് ചെയ്യുക. ദെൻ ടൈപ്പ് ഓഫ് മോളിക്കുലർ വെലോസിറ്റി. ടൈപ്പ് ഓഫ് മോളിക്കുലർ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട്. ആവറേജ് വെലോസിറ്റി ഉണ്ട്, റൂട്ട് മീൻ സ്ക്വയർ ഉണ്ട്, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ തമ്മിലുള്ള റിലേഷൻ, ഇതിൻ്റെ തമ്മിൽ RMS റിലേഷൻഷിപ്പ്, ഇതിൻ്റെ തമ്മിൽ RMS വെലോസിറ്റിയും ഡെൻസിറ്റിയും തമ്മിലുള്ള ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമുക്ക് നോക്കാം. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്യൂൾസിൻ്റെ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ C1 C2 C3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ C = C1 + C2 + C3/n. to obtain ഒരു ആവറേജ് കിട്ടണമെങ്കിൽ C ഇൻ്റഗ്രൽ എടുക്കുകയാണെങ്കിൽ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √8 RT/πm എന്ന് എഴുതി വയ്ക്കാം. 8 RT/πm. C is proportional to √T. From the above equation, C is proportional to the square root of the temperature. അത് മാത്രം പഠിക്കുക. C is proportional to √T, square root of the temperature. പിന്നെ അതേപോലെ നമ്മൾ ഈ ഇക്വേഷൻ C = C1 + C2/n എന്ന് പഠിക്കുക. ഇനി റൂട്ട് മീൻ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ദ മീൻ സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി പൊസസീവ് ബൈ ഓൾ ദ പാർട്ടിക്കിൾസ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. നമ്മുടെ എന്താ പറയുക, റൂട്ട് മീൻ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ U = √C1² + C2² + C23/n. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ U = √3 RT/m. RMS velocity is proportional to the square root of the absolute temperature. Okay, then most probable velocity. Most probable velocity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ velocity possessed by the maximum number of molecules at a temperature. To determine the velocity of the Maxwell distribution of equation, it is differentiated into respect. അത് നോക്കണ്ട. എന്താ alpha is equal to √2 RT/m. അപ്പോൾ നമുക്ക് RMS വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ മീൻ വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് എത്തണം. പിന്നെ അതേപോലെ അവർ തമ്മിലുള്ള റിലേഷൻ, അപ്പോൾ എല്ലാവരുടെ ഇക്വേഷൻ 8 RT/πm 3 RT/m അല്ലേ നേരത്തെ ഉണ്ടായിരുന്നത്, അതൊക്കെ നമ്മളെന്താ 8/3π ആയിട്ട് ഇൻറ്റു ചെയ്തിട്ട് ലാസ്റ്റ് നമുക്കൊരു 0.29213 കിട്ടും. അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു ചെറിയ എന്താ പറയുക റേഷ്യോ കിട്ടും. 0.813:0.9213:1 എന്നുള്ള ഒരു ചെറിയൊരു റേഷ്യോ കിട്ടും. അതിൻ്റെ റിലേഷൻഷിപ്പ് പറ്റിയിട്ട് പറയുകയാണെങ്കിൽ U = 3 RT/m √3pV/m √3p/d. ഇതൊന്നും എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല, എക്സാമ്പിളൊന്നും ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് നോക്കട്ടെ. ആവറേജ് വെലോസിറ്റി ഉണ്ട്, റൂട്ട് മീൻ സ്ക്വയർ ഉണ്ട്, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഉണ്ട്, RMS വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ മീൻ വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതിൻ്റെ റിലേഷൻഷിപ്പ് ഒന്നും ചോദിക്കില്ല എന്ന് വിചാരിക്കണം. ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ചോദിക്കാൻ, ഒന്നും അധികം ചോദിച്ച് കണ്ടിട്ടില്ല. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. Then thank you for watching and have a nice day.